ശ്രീരാഗം ഓഡിയോ പ്രൊഡക്ഷൻസ് സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ പേരാമ്പ്രയ്ക്ക് സമർപ്പിക്കപ്പെട്ടു. പേരാമ്പ്ര ശ്രീരാഗം മ്യൂസിക്സും വേവ് മീഡിയയും ചേർന്നുകൊണ്ട് പേരാമ്പ്രയുടെ കലാസാംസ്കാരിക ഭൂമികയിൽ പുതിയൊരു അധ്യായം രേഖപ്പെടുത്തിക്കൊണ്ട് നൂതന സാങ്കേതിക സൗകര്യങ്ങളോടുകൂടി ശ്രീരാഗം ഓഡിയോ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ മോഹൻ സിതാര ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്കൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, വേറൊരു ശബ്ദക്കായി മാറാറുണ്ട്. അതൊരു എൻജിനീയർ. ഞാനിപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോവുകയാണെങ്കിൽ എനിക്ക് ഒരു കാലത്ത് ഞാൻ 5-6 സിനിമകളുടെ വർക്ക് ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ മിക്സിങ് ഞാൻ ലാസ്റ്റ് മാത്രമേ പോകുള്ളൂ, ബാക്കി അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രം ചെയ്യാനുള്ള സമയം എനിക്ക് അന്ന് കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു എൻജിനീയറുടെ കയ്യിലാണ് സ്റ്റുഡിയോ ഭദ്രമായിരിക്കേണ്ടത്. ആ വോയിസിനെ പാടിയ വോയിസിനെ ക്ലീനായിട്ട് ഒരു തെറ്റും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ എന്താ പറയുക, വളരെ വൃത്തിയായിട്ട് അതിൻ്റെ മിക്സിങ്, ഓക്സിജൻ ബാലൻസിങ്, ബേസ്, ഇക്യു, മിഡ്, ഹൈ ഇതൊക്കെ പക്കയായിട്ട് ചെയ്തെങ്കിലാണ് ആ സ്റ്റുഡിയോ നമുക്ക് പേരെടുക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല ഉദ്ഘാടനം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു 5-10 പേരും മാത്രമായിരിക്കും. ആ സ്റ്റുഡിയോയുടെ ഓണർക്ക് വേണ്ടപ്പെട്ട ഒരു 5-10 പേര് മാത്രമായിരിക്കും. പക്ഷേ ശ്രീജിത്തിൻ്റെ ക്യാരക്ടറായിരിക്കും അതിനൊക്കെ നിങ്ങളുടെ ഈ ഒത്തൊരുമ എനിക്ക് തോന്നുന്നത്. ശ്രീരാഗം ഡയറക്ടർ ശ്രീജിത്ത് കൃഷ്ണ സ്വാഗതം പറഞ്ഞുകൊണ്ട് കനകദാസ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രമേശ് കാവിൽ, അജയ് ഗോപാൽ, ഷൈൻ വെങ്കിടൻ, പാർവണ അഭിലാഷ്, ഹരിചന്ദ്ര നടുവണ്ണൂർ എന്നിവരെ ശ്രീരാഗം ആദരിച്ചു. സതീശൻ നമ്പൂതിരി ചെരണ്ടത്തൂർ, മുഹമ്മദ് പേരാമ്പ്ര, നവോദയ ബാലകൃഷ്ണൻ, സത്യൻ ടിആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ച വേദിയിൽ ചന്തു മേപ്പയൂർ നന്ദി പ്രകാശിപ്പിച്ചു. പാടി രാക്കിളി പാടി നീരിപ്പേരി നീ മണി തുടമ്പി നീ എന്നരികിൽ വന്നു ഇളം മണ്ണിൻ കുളിരുമായൊരു കുയിൽ. പിന്നെ അത് മറ്റു കാലങ്ങൾ പോലെയല്ല, മുൻപത്തെ പോലെയല്ല ഇപ്പോഴ് ഈ കാഴ്ച സ്നേഹപൂർവ്വം എത്തിച്ച ഈ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻ സിതാർ സാർ, വേദിയിലെ എൻ്റെ ഗുരുനാഥൻ കൂടിയായ കനകദാസ് ജോനുണ്ടോ, ശബ്ദമുണ്ട്. അത് മാത്രമല്ല തരത്തിലുള്ള ഒരു ചിട്ട അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ചെയ്യത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് പേരാമ്പ്രയത്തിൻ്റെ ക്ലാസ് എടുത്തു. പക്ഷേ ഈ സ്റ്റുഡിയോയിൽ അത് നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിന്, കുട്ടികളുടെ പാട്ടുകൾ, സംഘഗാനായാലും ലളിതഗാനായാലും, അതുപോലെ ഇനിയിപ്പോൾ ഫിലിം അനുഗ്രഹീത ചലച്ചിത്ര സംഗീത സംവിധായകനായ